ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, വഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, അവിടുത്തെ മുൻപിൻ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടില്ലയോ? എല്ലാ പാപങ്ങളും അവിടത്തേക്ക് പടച്ചറപ്പ് പുറത്തു തന്നിട്ടില്ലയോ? അഥവാ പാപ സുരക്ഷിതനാക്കിയിട്ടില്ലയോ? അവിടുന്ന് മഅസൂമല്ലയോ നബിയെ? പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയതല്ലയോ? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലയോ നബിയേ, നബിയേ, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളിലേക്കും അഥവാ നന്മകളിലേക്കും അതിന്റെ കവാടങ്ങൾ അവിടുത്തെ മുന്നിൽ നാം മലർക്ക തുറക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കം ഫതഹിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്കുള്ള സമ്പത്തെല്ലാം തന്നെ അവിടുത്തെ കൈകളിലൂടെ നാം നൽകുകയാ. എന്തുകൊണ്ട്? ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹിയെ വാഴ്ത്തുകയാണ്. അവിടുത്തെ മുൻപിൻ പാപങ്ങൾ മുഴുവനും നാം പുറത്തു നൽകിയിട്ടില്ലയോ? അവിടുന്ന് മഅസൂമല്ലയോ നബിയേ? അതുകൊണ്ട് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത്? അവിടുത്തെ സർവ്വ പാപങ്ങളെ തൊട്ടും അല്ലാഹു സുരക്ഷിതമാക്കിയിട്ടില്ലയോ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ പറഞ്ഞു അത്രേ, യാ ആയിഷ, ആയിഷ, ഞാനൊരു അടിമയുള്ളതാകുന്ന നന്മയുള്ള ഒരു അടിമയായി ഞാൻ പരിലസിക്കണ്ടയോ ആയിഷ? അഫലാ അകൂന അബ്ദൻ ശകൂറാ. കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പേരിൽ പ്രവാചക പൊങ്കവന്റെ കാലിൽ നീര് കെട്ടിയിരിക്കുകയാണ്. ഫർദ് നമസ്കാരമല്ല, പാതിരാത്രി സമയത്തുള്ള തഹജ്ജുദ് നമസ്കാരമാണ്. ആ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് കെട്ടിയപ്പോഴാ ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുന്നത്, നബിയേ, പാപത്തെ തൊട്ട് സുരക്ഷിതമല്ലയോ നബിയേ? പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നബിയേ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ ചിന്തിക്കണേ. അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരു അടിമയായി, നന്ദിയുള്ള ഒരു ദാസനായി ഞാൻ മാറണ്ടയോ ആയിഷ? ആരാണ് പറയുന്നത് സഹോദര? ആരാണ് പറയുന്നത് സഹോദര? ആയിഷ ബീവി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാശബിയ ആലു മുഹമ്മദിൻ ഖുബ്സാ. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കിട്ടാത്ത വീടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം, റസൂലുള്ളാഹിന്റെ വീടെന്ന് ആയിഷ ബീവി തന്നെ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ച് കൂട്ടുകാരികളോട് പറയുകയാണ്. അസ്മാ ബിൻത് ഉമൈസിനോട് പറയുകയാ, അസ്മായേ, അറിയുമോ, അറിയുമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര് ഞങ്ങളുടെ വീടിന്റെ അയൽവാസികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പഴം തുണി അടുപ്പിൽ വെച്ച് ഞങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നു. അടുപ്പിലൂടെ പുക വരുന്നത് കണ്ടുകൊണ്ട് അയൽവാസികൾ തെറ്റിദ്ധരിക്കട്ടെ, റസൂലുള്ളാഹിന്റെ കുടുംബം പട്ടിണിയല്ല, ഹബീബായ നബി തങ്ങളുടെ കുടുംബം സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറിയ പഴം തുണി അടുപ്പിൽ വെച്ചുകൊണ്ട് അടുപ്പിലൂടെ പുക വരുത്തുന്നുകൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നുവെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, ആ പ്രവാചകരാണ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരു
ഒരു അടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ? നന്ദിയുള്ള ഒരു ദാസനായിട്ട് മാറണ്ടയോ ആയിഷ? ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹവും പ്രവാചകരോട് അനുഗ്രഹങ്ങളെ. ഇന്ന് നമുക്ക് സുന്ദരമാകുന്ന അമ്പരചുംബികളായ മണിമേടകളുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, കരുനാഗപ്പള്ളി ടൗണിൽ ഫ്ലാറ്റുകളുണ്ട്, നല്ല കടകളുണ്ട്, റാഹത്തായ നിലയിൽ ബിസിനസ് ശൃംഖലകളുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, മക്കളുണ്ട്, സാലിഹ്യങ്ങളാകുന്ന മക്കളുണ്ട്, നല്ല സുന്ദരിയാകുന്ന ഭാര്യയുണ്ട്, നല്ല സുന്ദരമാകുന്ന വാഹനമുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ചിന്തിച്ചു നോക്ക്. നമ്മൾ 2 നേരം വേണ്ട 1 നേരം ആഹാരം കഴിക്കാതിരുന്നാൽ അത് വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കും. റമദാനിൽ തന്നെ പകലൊന്ന് നോമ്പ് പിടിച്ചു പോയി രാവിലെ സുബഹിക്ക് മുമ്പ് റാഹത്തായ നിലയിൽ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോൾ സമയത്ത് ഭയങ്കര ധൃതിപ്പെടാൻ, നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി വേണം. ഞാൻ അതല്ല പറഞ്ഞത്, മറിച്ച് എന്തോ വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നതുപോലെ. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒരു കാരക്കയുടെ ഒരു കീറുകൊണ്ട് നോമ്പ് പിടിക്കുകയും ആ കാരക്കയുടെ അതേ മറുകീറുകൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്തിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം. നമ്മളൊന്ന് ചിന്തിക്കുക, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മൾ ഇന്ന് വിട പറയാൻ പോവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, ആ പ്രവാചകരോട് അനുരാഗം വെച്ച് പുലർത്തുന്ന, ആ പ്രവാചകരോട് അടങ്ങാത്ത ആവേശത്തിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചുറ്റുമൂലയിലുള്ള സഹോദരങ്ങളോട്, കരുനാഗപ്പള്ളിയുടെ ദേശക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആ പ്രവാചകരോട് സ്നേഹം എത്രത്തോളമാ വെച്ച് പുലർത്തുന്നത്? എങ്ങനെയാ പ്രവാചകരെ സ്നേഹിക്കുന്നത്? സത്യത്തിൽ നമസ്കാരം ക്രിയാത്മകമില്ല, ദാനധർമ്മങ്ങളില്ല, നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്താണുള്ളത്? ഒന്ന് മാത്രമുണ്ട്, ഉറക്കെ പറയാൻ, ആ പ്രവാചകനോടുള്ള സ്നേഹം. ഇല്ലേ? നമുക്കില്ലേ? എന്താ ഒന്ന് ഉറക്കെ പറഞ്ഞോടെ? ഇൻഷാ അല്ലാഹ് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നു നമ്മുടെ ഈ സദസ്സ്. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നീ എന്താ അതിനു വേണ്ടി തയ്യാർ ചെയ്തത്? മാദാ അഅദത ലഹാ. ഖിയാമത്ത് നാൾ എപ്പോഴാണ്, അതിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കാം. അതിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വഅദ് പറയുവാണ് നമ്മൾ. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് എപ്പോഴാ? ഡേറ്റ് എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, മാദാ അഅദത ലഹാ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു. ആ സ്വഹാബി വരെ പറയാം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ എന്റെ നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്തുകൾ കൊടുക്കുന്നുണ്ട്, ഹജ്ജും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കൊണ്ടു നടക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനോടും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അടങ്ങാത്ത താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബ്ബ മഹ്ബബത, നീ ആരെ ഇഷ്ടപ്പെട്ടോ, ആരെ താല്പര്യം വെച്ചോ അവരോടൊപ്പമാണ് നീ എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹു അതോടൊപ്പം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.